ഒരു സെക്കൻഡ്. ഞാൻ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ഞാൻ ഷോപ്പിംഗ് ഒന്നും ബോൾട്ട് ഞാൻ ഭയങ്കര ടയേർഡ് ആയതുകൊണ്ട് ഞാൻ അയ്യോ പ്ലീസ് ഞാൻ പറയട്ടെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്തിനാണ് ഇത്രയും സാധനങ്ങൾ വാരിക്കൂട്ടി വെച്ചേക്കുന്നതെന്ന്. യെസ്, എൻ്റെ ചേച്ചി ഹോസ്റ്റലിലോട്ട് പോവുകയാണ് ഗൈസ്. ഇന്നലെ ആയിരുന്നു ഷോപ്പിംഗ്. ഇന്നലെ അതുകൊണ്ട് 10:30 വരെ ഞാൻ യൂണിഫോമിലായിരുന്നു. ഞാൻ കാരണം സ്കൂൾ വിട്ട് നേരെ മോൾ ഓഫ് ട്രാവൻകൂറിൽ പോയി. അവിടെ ആയിരുന്നു മൊത്തം ഷോപ്പിങ്ങും ക്ലോത്തിങ്ങും ഇതും എല്ലാം. അപ്പോൾ ഞാൻ 10:30 വരെ യൂണിഫോമിലായിരുന്നു. യൂണിഫോം ഇട്ടൊരു പിക്ക് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. പിന്നെ അതുകൊണ്ട് ഞാൻ ഭയങ്കര ടയേർഡായതുകൊണ്ട് ഞാൻ എടുത്ത സാധനങ്ങളുടെ ഒന്നും ഷൂട്ട് ചെയ്തില്ല. ഒരു സെക്കൻഡ്. ഞാൻ ഭയങ്കര ടയേർഡായതുകൊണ്ട് ഞാൻ ഷോപ്പിംഗ് ഒന്നും ബോൾട്ട് ഞാൻ ഭയങ്കര ടയേർഡായതുകൊണ്ട് ഞാൻ അയ്യോ പ്ലീസ് ഞാൻ പറയട്ടെ. ബ്ലൂപ്പർ ആയിട്ടിട് അമ്മ. പിന്നെ ഞാനായിരുന്നു ചെക്ക് ലിസ്റ്റ് നോക്കി സാധനങ്ങളൊക്കെ എടുത്തത്. കാരണം എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്യാനും കൂടെ പറ്റിയില്ല. ദ പ്രോബ്ലം ഈസ് ബിഫോർ ദാറ്റ് ഐ ഹാവ് റൂട്ട് കനാൽ. അപ്പം ഞാൻ റൂട്ട് കനാൽ ചെയ്ത് കഴിഞ്ഞിട്ട് ചേച്ചിയെ വിടാവും, എനിക്ക് ബൈ ബൈ പറയണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും അഗ്രി ചെയ്തു. അപ്പം ഫസ്റ്റ് 10 o'clock എനിക്ക് റൂട്ട് കനാൽ അപ്പോയിൻമെൻറ്റ്. അതിന് ശേഷം നമ്മൾ ചെന്ന് ചേച്ചിയെ ഹോസ്റ്റലിൽ വിടുന്നതായിരിക്കും. ഇപ്പോഴാണൊന്ന് തിരക്കൊഴിഞ്ഞത്, അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. ഇനി മുമ്പ് ഇവിടെയൊക്കെ മൊത്തം സാധനങ്ങൾ വാരി ഇട്ടേക്കായിരുന്നു. എന്തായാലും ഞാൻ സാധനങ്ങൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. സെറ്റ് ഇതിൽ 3/4 ഭാഗവും പുതിയതാണ്. വീട്ടിൽ ഇടുന്നതൊക്കെ നല്ല പുതിയ സാധനങ്ങളാണ്. ഇതിനകത്ത് സ്നാക്സും കട്ട്ലറീസ് പാത്രങ്ങൾ അതൊക്കെയാണ് ഇതിനകത്ത് മൊത്തം. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മൊത്തം സ്കിൻ കെയർ ആണ്. ടൂത്ത് പേസ്റ്റ്, കമ്മൽ സെറ്റ്. ഇവിടത്തെ പുതപ്പ് തന്നെ പറ്റോളെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പുതയ്ക്കുന്നതിന് ഒരു പുതപ്പെടുത്തിട്ടുണ്ട്. കൂടാതെ ബ്രാൻഡ് ന്യൂ ബ്ലാങ്കറ്റാണ്. എന്ത് സോഫ്റ്റ് എന്നറിയൂ ഇത്. അതോടൊപ്പം തന്നെ ഇതാണ് ഹോസ്റ്റൽ മെത്ത. ഭയങ്കര ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ കണ്ടോ, തലാണിക്ക് പോലും അത്ര അതിനേക്കാൾ വെയിറ്റ് ഉണ്ടെന്ന് തോന്നിപ്പോൾ. ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയ ഒരു 3 fold കൊട എന്നൊക്കെ പറയുന്നല്ല 3 fold മാട്രസ്സാണിത്. ഇത്രയും സാധനങ്ങൾ കൊണ്ടാണ് ചേച്ചി ഹോസ്റ്റലിലോട്ട് വിടാൻ പോകുന്നത്. പണ്ട് അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ വല്ല ടൂറൊക്കെ പോയിട്ട് വരുമ്പം നമുക്കിങ്ങനെ ശൂന്യമായിട്ട് കിടക്കും. നമ്മൾ തന്നെ ഇവിടെ നേരത്തെ വെച്ചിട്ട് പോയ സാധനങ്ങളൊക്കെ കണ്ട് ഒരു പ്രത്യേക ഫീലടിക്കും. അപ്പം ഞാനും ചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടാണ് പറയാറ്. അതേപോലെ തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ആരെങ്കിലും പോകുമ്പോൾ ലൈക്ക് ഗസ്റ്റൊക്കെ വന്നിട്ട് പോകുമ്പോൾ എൻ്റെ മാമി ഒക്കെ വന്നിട്ട് സാധനങ്ങളൊക്കെ നമ്മൾ കൊണ്ടുപോയിച്ചു അവരുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് അവിടെ പോയി ഇവിടെ പോയി എന്തൊരു കോമഡി ആയിരുന്നു. എന്തെങ്കിലും ബാക്കി ഇവിടെയൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊരു പെട്ടിയിലൊക്കെ ഇട്ട് സൂക്ഷിച്ചേക്കും. അങ്ങനെയൊക്കെ ചെയ്യായിരുന്നു. അതുപോലെ തന്നെ ഉമ്മച്ചി വർക്കിന് മലപ്പുറത്തൊക്കെ പോകുമ്പോൾ ഉമ്മച്ചിയുടെ ഷൂളൊക്കെ എടുക്കും. പിന്നെ അതേപോലെ തന്നെ ഉമ്മയുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ പറഞ്ഞേനെ അങ്ങനെ പറഞ്ഞേനെ അങ്ങനെയൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയൊക്കെ പറയും. അപ്പം ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനിയിപ്പോൾ ഇത്തഫയാണ് പോകുന്നത്. അപ്പം ഇനിയിപ്പോൾ ഞാൻ തന്നെ പറയണം. ഓക്കെ, വാ നമുക്ക് എല്ലാ സാധനങ്ങളും ചുവന്ന് വണ്ടി കയറ്റാം. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ക്യാമറ സീനല്ലേ. അപ്പോൾ ഗൈസ്, വെൽക്കം ടു അവർ റൂം. ഹൈ നോക്കി എനിക്കിതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട. നല്ല വ്യൂ ഇല്ലേ. ഇത് ഇഷയുടെ മാളവികയുടെ ടേബിൾ. ഇത് എൻ്റെ ബെഡ്. ഫ്രണ്ട് ഡോർ. ഇങ്ങോട്ട് ഇവിടെ ഞങ്ങളുടെ അലമാര. അത്
എൻ്റെത്. ഇത് രണ്ടും ഇഷയുടേത്. ഇത് രണ്ടും മാളവികയുടേത്. പിന്നെ ഇത് എൻ്റെ. ഇത് ഇഷയുടേത്. ഇത് മാളവികയുടേത്. There's always tomorrow. I miss your touch, your nights when it hollow. I know you cross the bright side like in fall. Since I love that you left. I don't care what you think, because I have a cool sister. She makes me food, and she makes fun of me, but do everything for me. And she even gifted me. See? See? Funny. I stole it from her. Right, kitchen? For the glass of you, I miss you more than. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യും. ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? There's always tomorrow. I miss your touch, your nights when it hollow. I know you cross the bright side like in fall.